എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇക്കോളജിയെ ബേസ് ചെയ്തുള്ള കൃഷി ആണ് നമ്മൾ നടത്തുന്നത്. ഇക്കോ ബേസ്ഡ് അഗ്രികൾച്ചർ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ഒരു ദിവസം ഏകദേശം ഒരു മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, ഓണത്തിന് ഒരു മുറം വിഷമില്ലാത്ത പച്ചക്കറി എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ തൈകളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അന്ന് കാണിച്ചിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ആ തൈ വച്ച് മണ്ണിൽ വെച്ച് ഏകദേശം ഇത്രയും വളർന്നു കഴിഞ്ഞു. ഇതിനെയൊക്കെ നമ്മളിതുപോലെ വള്ളി കെട്ടി, ഇത് പടവലത്തിൻ്റെ തൈയാണ്, പടവലത്തിൻ്റെ തൈയാണ്. ഇതിനെയെല്ലാം നമ്മളിങ്ങനെ ഈ വള്ളി കെട്ടിയിട്ട് അതിലേക്ക് ഇങ്ങനെ പടർത്തി വിടണം. പടർത്തി വിട്ടിട്ട് ഇത് തലയിലെത്തുന്നത് വരെ, അങ്ങ് പന്തലിലെത്തുന്ന വരെ ഒരു കാരണവശാലും ശിഖരം പൊട്ടാൻ നമ്മൾ അനുവദിക്കരുത്. ആ പൊട്ടി വരുന്ന ശിഖരത്തിനെല്ലാം നമ്മൾ ഒടിച്ച് കളയണം. ആ ശിഖരങ്ങൾ നമ്മൾ എടുത്ത് കളയണം. അതല്ലെങ്കിൽ ഇടയ്ക്ക് ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തല പന്തലിൽ ചെന്നിട്ട് പടർന്ന് കായ്ക്കാൻ ബുദ്ധിമുട്ടാണ്, കാവലം കുറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രാഞ്ചസിൽ, താഴെ വരുന്ന ബ്രാഞ്ചസിൽ വരുന്ന കായ്കളുടെ വലിപ്പവും കുറവായിരിക്കും, എണ്ണവും കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് നല്ല വിളവ് കിട്ടണമെങ്കിൽ ഈ പടവലം വള്ളിയിലൂടെ വളർന്ന് പന്തലിലെത്തി ആ പന്തലിൽ ചെന്നതിന് ശേഷം മാത്രമേ ബ്രാഞ്ചസ് പൊട്ടാൻ നമ്മൾ അനുവദിക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ ഈ പടവലത്തിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു കൃഷിയും ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യരുത്. ഒരു കൃഷിയും ഒറ്റപ്പെടുത്തി ഒറ്റവിള കൃഷി നമുക്ക് ലാഭകരമായിരിക്കില്ല. ഇതിന് നമ്മൾ ഇവിടെ ഇതുപോലെ ചീര ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ അടുപ്പിച്ച് ചീര ഇട്ടിട്ടുണ്ട്. ആ ചീര പടവലം വളർന്ന് മുകളിലെത്തുമ്പോൾ ചീര നമുക്കിവിടെ അറുത്ത് തുടങ്ങാൻ പറ്റും, ചീര വിളവെടുത്ത് തുടങ്ങാം. അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ പയറിട്ടിട്ടുണ്ട്. ആ പയർ ഏകദേശം തല വെച്ച് കഴിഞ്ഞു. ഇത് പയറും പടവലവും നമ്മൾ ഏകദേശം ഒരേ സമയത്താണ് കവർന്ന് എടുത്ത് നമ്മൾ മണ്ണിൽ വെച്ചത്. പയറെല്ലാം തല വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതിനൊരു വിഷയം എന്ന് പറയുമ്പോൾ, പയറിനെയൊക്കെ ആക്രമിക്കുന്ന ഒരു ജീവിയുണ്ട്. വളരെ ചെറിയൊരു ജീവിയാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഇതുപോലെ ഇതിൻ്റെ തല വെട്ടിക്കളയും. ഇത് കണ്ടോ, തല വെട്ടിക്കളയും. അങ്ങനെ ഒരു ശല്യം നമുക്ക് കണ്ടോ, ഇത് കണ്ടോ, ഈ തല ഇങ്ങനെ, ഇത് കണ്ടോ, ഇതുപോലെ വെട്ടിക്കളയും. ഇത് കണ്ടോ, റൗണ്ടിനുള്ള വെട്ട്. ഇതിങ്ങനെ വെട്ടി ഈ നീരൂറ്റി കുടിക്കുന്ന ഒരു ജീവിയുണ്ട്. ആ ജീവിക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അതിനെ നമ്മൾ അതിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി, അതിൽ നിന്ന് ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കീടനാശിനി നമ്മൾ ഉണ്ടാക്കി അടിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള വെളുത്തുള്ളി, വേപ്പെണ്ണ, അതുപോലെ തന്നെ ഗോമൂത്രം, മീൻവെള്ളം, ഇത് 4 നമ്മൾ ചേർത്തിട്ടുള്ളത്. അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ നിൽക്കുകയാണ്. ഇതിങ്ങനെ ഇപ്പോൾ നമ്മൾ കലക്കി ഒഴിക്കുന്നത് ഗോമൂത്രം, അതിൽ നമ്മൾ ലേശം പിണ്ണാക്ക് കൂടിയിട്ട് ഈ ചെറിയ ചീരയ്ക്ക് ഇപ്പോൾ നമ്മൾ പറിച്ച് നട്ട ചീരയാണ്. ഇതിനിടയിൽ നമ്മൾ പയർ വെച്ചിട്ടുണ്ട്, അത് പൊടിച്ചിട്ടില്ല, പയർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ചീര, ഇത്രയും ചെറിയ ചീര, ഇത് നമ്മളിങ്ങനെ നട്ട് അതിനിപ്പോൾ പിണ്ണാക്കും അതുപോലെ ഗോമൂത്രവും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഒഴിക്കുന്നത്. ഇതിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോൾ ഒരുവിധം ഇത് വളർന്ന് വരും. 2 ആഴ്ച നമുക്ക് കറക്റ്റ് 21-ൻ്റെ അന്ന്, ഇനി ഇത് 21-ൻ്റെ അന്ന് നമുക്ക് വിളവെടുക്കാനാവും. അപ്പോൾ ഞാനത് ആ വീഡിയോ കാണിക്കാം. അങ്ങനെ ചീരയ്ക്ക് ഏറ്റവും നല്ല വളമാണ് ഗോമൂത്രവും പിണ്ണാക്കും കൂടെ ചേർന്ന മിശ്രിതം. അതിൻ്റെ കൂടെ കുറച്ച് കടൽ വെള്ളം കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുള്ള ചീര നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഇതുപോലെ വെണ്ട ഇട്ടിരുന്ന സ്ഥലമാണ്. വെണ്ട ഇപ്പോൾ ഹാർവെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെണ്ട ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് ഒന്നര വിട്ടുള്ള ദിവസങ്ങളിൽ വെണ്ട നമുക്ക് ആദായം എടുക്കാം. അതിനോടൊപ്പം തന്നെ വെണ്ടയുടെ കൂടെ നമ്മൾ കൃഷി ചെയ്തത് ചുരക്കയാണ്. ചുരക്ക എന്ന് പറയുന്നത് പലയിടത്തും പല പേരാണ് അതിന് പറയുന്നത്. ഇംഗ്ലീഷ് തന്നെ ബോട്ടിൽ ഗാർഡ് എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കഴുത്തങ്ങ എന്ന് പറയും, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. ഇത് കണ്ടോ, ഈ
ചുരക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ നിറം ഈ ജവാന്മാരുടെ യൂണിഫോമിൻ്റെ പുള്ളികളോട് കൂടിയതാണ്. ഇതിന് ജവാൻ ചുരക്ക എന്നാണ് പറയുന്നത്, ജവാൻ ചുരക്ക. ഈ ചുരക്ക സാധാരണ നമ്മൾ ചുരക്ക പച്ച നിറത്തിൽ മാത്രമുള്ളതാണ് കാണുന്നത്, പിന്നെ വളരെ വലിപ്പമുള്ളത് കാണും. ഇത് ഒരുവിധം വലിപ്പമുണ്ട്, പക്ഷേ ഏറ്റവും ഇന്ന് കിട്ടുന്ന ചുരക്കകളിൽ ഏറ്റവും ടേസ്റ്റുള്ള ഏറ്റവും ഇതുള്ള ചുരക്ക എന്ന് പറയുന്നതാണ് ഈ ജവാൻ ചുരക്ക. ഇതിൻ്റെ എണ്ണം ജവാൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് വളരെ വേഗം കായ്ക്കും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ വേഗം കായ്ക്കും, പിന്നീട് നല്ല കാവലം തരും. അതായത് ഇതുപോലെ അടുത്തടുത്ത് മുട്ടിൽ ഇങ്ങനെ കായ്ക്കും, ഇങ്ങനെ ശരിക്ക് കായ്ക്കും, ഇങ്ങനെ ശരിക്ക് കായ്ക്കും. ഇത് നമ്മൾ കായ വീണ് കഴിഞ്ഞാൽ കൃത്യം 10-12 ദിവസത്തിനുള്ളിൽ നമ്മളിതിൻ്റെ കായ വിളവെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രധാന വിളയെന്ന് പറയുന്നത് ചുരക്കയാണ്. അതിൻ്റെ ചുരക്ക മുകളിൽ തട്ടിൽ വളരുന്നു, അവിടെ കായ്ക്കുന്നു. അതിൻ്റെ താഴെ നമുക്ക് മണ്ണിൽ നമ്മളിതുപോലെ വെണ്ട നടുന്നു. അതുതന്നെ വെണ്ടയുടെ കൂടെ തന്നെ ചീര ഉണ്ടാവും. ഇതാണ് നമ്മളെ കൃഷി രീതി. ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരുവിധം നല്ല വിളവുകൾ ലഭിക്കുകയും നമുക്കൊരുവിധം ലാഭം കിട്ടുകയും ചെയ്യും. ഇത് നമ്മുടെ സലാഡ് വെള്ളരിയാണ്. ഇപ്പോൾ ഇന്ന് വിളവെടുത്തതാണ്. ഇതിപ്പോൾ 7 പ്രാവശ്യം നമ്മളിതുപോലെ വിളവെടുത്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 22 മൂട് സലാഡ് വെള്ളരിയാണ് നമ്മൾ ഇട്ടത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-250 കിലോ സലാഡ് വെള്ളരിക്ക പറിച്ചു കഴിഞ്ഞു. ഇനിയും സലാഡ് ഇപ്പോൾ ഇങ്ങനെ കാച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ കുപ്പിയിട്ട് നിർത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ കാച്ച് കിടപ്പുണ്ട്. ഇനിയും ഒരു 10-200 കിലോ എങ്കിലും ഇനിയും പറിക്കാൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുവിധം നല്ല വിളവ് ഇപ്പോൾ കിട്ടി. എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ ഈ ഞാറ്റുവേലയും ഒക്കെ വന്ന് നമ്മളെ നല്ലൊരു കാലാവസ്ഥ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കായ്ച്ചത്. ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചുരക്കയും പടവലവും കൃഷി ചെയ്യാൻ ഇത് തീർന്നുകൊണ്ട് ഇവിടെ നമ്മൾ ചുരക്കയും പടവലവും കൃഷി ചെയ്യും. അപ്പോൾ ഈ തട്ട് നമുക്ക് കൂടെ ഇങ്ങനെ നമ്മൾ ഇടുന്ന തട്ട് ഇങ്ങനെ പല കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് സ്ട്രോങ് ആയിട്ട് നമ്മൾ കെട്ടി വെച്ചാൽ നമുക്കൊരു 4-5 കൊല്ലം വേണമെങ്കിലും ഇത് ചെയ്യാം. പക്ഷേ ഒരു 1.5 വർഷം 2 വർഷം ആകുമ്പോഴത്തേക്ക് ഈ വിള മാറണം. ഈ മലക്കറി മാറി വാഴയോ ചേമ്പോ ചേനയോ അല്ലെങ്കിൽ വാഴയോ മരിച്ചീനിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ട് വിള മാറണം. ഒരു 2 കൊല്ലത്തിൽ കൂടുതൽ നമ്മൾ ഒരേ കൃഷി ചെയ്യാൻ പാടില്ല. ഇത് ഒരു സൈസ് ഫംഗസാണ്. നമ്മുടെ ഈ ഇലയിൽ കാണുന്ന ഇതൊരു സൈസ് ഫംഗസാണ്. ഞാനിപ്പോൾ ജൈവ രീതിയിലുള്ള ഇതൊക്കെ അടിച്ചു നോക്കി, പക്ഷേ ഇത് മാറുന്നില്ല. എന്തായാലും ലാഭത്തിന് വേണ്ടി എന്തായാലും ഞാൻ കെമിക്കൽ അടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഇങ്ങനെ വന്ന് ചിലപ്പോൾ ഈ ഇലകളങ്ങ് പൊടിഞ്ഞു പോകും. ഇതിപ്പോൾ ആണ്ട് ഇങ്ങനെ ഈ ഫംഗസ് വരുന്നത് കൊണ്ട് ഇല ഇങ്ങനെ സുഷിരം വീണ് പോകും. കണ്ടോ, ഇവിടെയൊക്കെ വെളുത്ത പാടുകൾ വരും. ഇതൊരു ഫംഗസാണ്. ഈ ഫംഗസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കാലം ഇത് കായ്ക്കില്ല. ഇതുപോലെ ഇലയുടെ സൈഡിലെല്ലാം ഇതുപോലെ ഈ ഇലയുടെ സൈഡിൽ വന്നതുപോലെ ഇലയൊക്കെ ഇങ്ങനെ വന്ന് ഇത് ഫംഗസ് വന്നു തുടങ്ങി. ഇനി ഒരു മരുന്ന് ഇതിന് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്താൻ കഴിയും. നമ്മളിങ്ങനെ അതിൻ്റെ റിസർച്ചിലാണ് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ 2-3 എണ്ണം നമ്മൾ അടിച്ചു നോക്കി. തീർച്ചയായും അത് ഞാൻ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വർഷകാല ചീര, വർഷകാലത്ത് അതായത് മഴക്കാലത്ത് ചുവന്ന ചീര നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. അതിന് പുള്ളി രോഗം വരും, ഇലപ്പുള്ളി രോഗം. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിത്ത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞ്, ആ വിത്ത് ആണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഇലപ്പുള്ളി വന്നിട്ടില്ല, ഇലപ്പുള്ളി പടരുന്നുമില്ല. ഇത് ഏകദേശം ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ തൈ പറിച്ച് വേറെ നട്ടിട്ടുണ്ട്. ആ നട്ട ഭാഗത്തൊന്നും ഇലപ്പുള്ളി രോഗം വരില്ലെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ വരികയാണെങ്കിൽ തന്നെയും അതിനെ പ്രതിരോധിക്കാൻ നമുക്കൊരു ചെറിയ മരുന്നുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗോമൂത്രവും അതുപോലെ തന്നെ സോഡാക്കാരവും കായവുമാണ്. ഇത് ഒരു പ്രത്യേക റേഷ്യോയിൽ നമുക്ക് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗത്തിൽ നിന്നും ഈ ചീരയെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. കാലത്ത് കുറച്ച് ചുവന്ന ചീര ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള എൻ്റെ ഒരു വാശിയാണ്. അതിനുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ശരിയാകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇന്ന് നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. കുറച്ച് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ നമുക്ക് വെണ്ടയ്ക്കയുണ്ട്, പിന്നെ ബ്രിഞ്ചാളുണ്ട്, കത്തിരിക്ക എന്നാണ് നമ്മൾ കത്തിരി എന്നാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത്. പിന്നെ ചുരക്കയുണ്ട്, കഴുത്തങ്ക. പിന്നെ അത് കഴിഞ്ഞാൽ സലാഡ് വെള്ളരിയുണ്ട്, ചീരയുണ്ട്. ഇത് ഇത്രയും സാധനമാണ് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത്. ഇതെല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും നമുക്കിതുപോലെ കുറേശ്ശെ വിളവെടുത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് ഏത് സമയവും ഫാമിൽ ഏത് സമയവും ആര് വന്നാലും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടാവും. ഫ്രഷായ സാധനം വാങ്ങുന്നതിന് ഓരോരുത്തരെയും ഞാൻ എൻ്റെ ഫാമിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ കൃഷി രീതി കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും താല്പര്യമുള്ളവർക്ക് എൻ്റെ ഫാമിലേക്ക് വരാം. ഇത് കണ്ട് പഠിച്ച് നമ്മുടെ വീട്ടിൽ ഇതുപോലെ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാക്കി കഴിച്ച് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും കഴിയുമെങ്കിൽ അയൽക്കാരൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു ചുവടുവയ്പ് നിങ്ങൾ ഓരോരുത്തരും നടത്തണം എന്നാണ് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്.